സിജെപിക്ക് പിന്തുണയുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. ഭരണകൂടത്തോടുള്ള നിരാശയും അതൃപ്തിയും പ്രകടിപ്പിക്കുന്ന മാധ്യമമാണ് സിജെപി എന്നാണ് ശശി തരൂർ MP പറഞ്ഞത്. സിജെപിയുടെ പെട്ടെന്നുണ്ടായ ജനപ്രീതി പ്രതിപക്ഷം പ്രയോജനപ്പെടുത്തുമെന്നും ശശി തരൂർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ വിയോജിപ്പുകളെ ഇല്ലാതാക്കുകയാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര പറഞ്ഞത്. താനും കോക്രോച്ച് ജനതാ പാർട്ടി അംഗമാണെന്ന് മഹുവ മൊയ്ത്ര കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അടിച്ചമർത്തുന്ന ഭരണാധികാരികൾക്ക് വിപ്ലവം ഒരിക്കലും തടഞ്ഞുവെക്കാനാകില്ല എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് BJPയും CJPയും തമ്മിലുള്ള മത്സരമാണെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമാണ് ആദ്യമായി ഇപ്പോൾ CJP ഉന്നയിച്ചിരിക്കുന്നത്. ഒരു ക്യാമ്പയിൻ പ്രധാനമായി നടക്കുന്നത് അതിലാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒപ്പുശേഖരണം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അപകടത്തിലാണെന്നും കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്നു. നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തെന്നും നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലായി എന്നും CJP പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വീഴ്ചകൾ മറക്കരുതെന്നും CJPയുടെ ആഹ്വാനമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഓൺലൈൻ ഒപ്പുശേഖരണത്തിൽ 3 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തിട്ടുമുണ്ട്. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടിയെ വിമർശിച്ച് ഓഗി ജനതാ പാർട്ടി എന്ന അക്കൗണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. CJP സ്ഥാപകനായ അഭിജിത്ത് ദീപ്കയ്ക്ക് ആം ആദ്മി പാർട്ടിയുമായി ബന്ധമുണ്ടെന്നാണ് ഓഗി ജനതാ പാർട്ടിയുടെ ആരോപണം. പാറ്റകളെ ഇല്ലാതാക്കുക എന്നതാണ് ഈ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യമായി OJP പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കൊളാഷും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. മൃഗങ്ങളുടെ അവകാശങ്ങൾക്കായി ഒരു 6 പ്രകടന പത്രികയും ഓഗി ജനതാ പാർട്ടി പുറത്തിറക്കി. CJPയെ പോലെ സോഷ്യൽ മീഡിയയിൽ സ്വീകാര്യത നേടാൻ OJPക്ക് പക്ഷേ ആയിട്ടില്ല. ആകെ 11,000 പേരുടെ പിന്തുണ മാത്രമേ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CJP പുതിയ ക്യാമ്പയിൻ തുടക്കമിട്ട കാര്യം പറഞ്ഞല്ലോ. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെതിരെയാണ് CJP ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. सभी लोग बोल रहे हैं आप इंटरनेट पर धमाल मचा रहे हो, लेकिन मुझे लगता है अब कुछ असली काम करने का भी वक्त आ गया है, जिसके लिए हमने ये शुरू किया था. तो आज हम एक पिटीशन शुरू करने जा रहे हैं जहां पर हम एजुकेशन मिनिस्टर का रेजिग्नेशन मांगने जा रहे हैं. तो आप सभी लोग इसको ज्यादा से ज्यादा नंबर्स में साइन करिए और सपोर्ट कीजिए, क्योंकि अब वक्त आ गया है टू मेक दिस सिस्टम अकाउंटेबल. ये सिस्टम की गलती थी जिसकी वजह से 22 लाख से ज्यादा स्टूडेंट्स का फ्यूचर खराब हुआ है. ये सिस्टम की गलती थी जिसकी वजह से नीट के स्टूडेंट्स को सुसाइड करनी पड़ी है. तो हम चाहते हैं कि कुछ भी हो जाए, लेकिन धर्मेंद्र प्रधान को रिजाइन तो करना ही पड़ेगा. CJP വിഷയം ഗൗരവമുള്ളതാണെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി അറിയിച്ചു. NDA ഭരണത്തിലെ യുവാക്കളുടെ വലിയ അസംതൃപ്തിയും രോഷവുമാണ് CJPക്കുള്ള പിന്തുണയിലൂടെ വ്യക്തമാകുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MPയും പ്രതികരിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് അത് ഇവരുടെ അക്കൗണ്ട് പൂട്ടിക്കുന്ന നടപടി ഉണ്ടായിരിക്കും. അതിപ്പോൾ വലിയൊരു സംഭവവികാസമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ. അങ്ങനെയാണ് അതിനെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതിനെക്കുറിച്ചും പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. ഈ രാജ്യത്ത് വീശിയടിക്കുന്ന ഒരു അസംതൃപ്തിയും രോഷവുമുണ്ട്. തൊഴിലില്ലായ്മ, അതുപോലെ വിലക്കയറ്റം. ഇതിനെതിരെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തന്നെ ചൊല്ലിട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ജനങ്ങൾ വേണമെങ്കിൽ മുണ്ട് മുറുക്കി ഉടുത്ത് വേണമെങ്കിൽ രാജ്യത്തെ രക്ഷപ്പെടുത്തിക്കൊള്ളൂ എന്ന രൂപത്തിലാണ് പ്രധാനമന്ത്രി പ്രതികരിക്കുന്നത്. അവരുടെ അക്കൗണ്ടുകൾ പൂട്ടുക എന്ന് പറയുന്നത് ഒരു ഫാഷിസ്റ്റ് സംവിധാനത്തിന് ചേരുന്ന നടപടിയാണ്. മുതലയും പാറ്റകളും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നതെന്നും ഞാൻ അഭിമാനത്തോടെ കോക്രോച്ച് ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കുന്നുവെന്നും ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയ പറഞ്ഞു. जब सिस्टम में क्रोकोडाइल छाए हुए हैं और पूरे के पूरे सिस्टम को गटर बना के रखा हुआ है, तो कहीं तो कॉकरोच भी इकट्ठा होंगे और छाएंगे. क्रोकोडाइल्स खुशी मना रहे हैं, जश्न मना रहे हैं, कॉकरोच तो बोलेंगे ना. नीट का पेपर लीक हुआ. इस देश में इतनी सारी परीक्षाओं के पेपर लीक हुए, सरकारी नौकरी से लेकर यूनिवर्सिटी में एडमिशन तक के. एक भी क्रोकोडाइल को जेल हुई? क्रोकोडाइल ऐश करते हैं परीक्षा लीक करा करा के. कॉकरोच तो बोलेंगे ना. रेंट बढ़ गया, EMI बढ़ गई, सैलरीज नहीं बढ़ रही. क्रोकोडाइल ऐश करते हैं, कॉकरोच तो बोलेंगे ना. तो ये सिर्फ सोशल मीडिया पे नहीं, इन क्रोकोडाइल्स को ठीक करने के लिए कॉकरोचेस की ये जनता पार्टी कुछ ना कुछ तो करेगी. और मैं इनके साथ हूँ, क्योंकि मैं भी कॉकरोच हूँ. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സർക്കാർ CJPയെ കണ്ട് ഭയന്നിരിക്കുകയാണെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പരിഹസിച്ചു. देखिए, कॉकरोच पार्टी से सरकार डर गई. ये सरकार ऑपरेशन सिंदूर करने वाली सरकार, हाँ, कॉकरोच से डर गए, भारत के युवाओं से डर गई, वो भी आलसी और बेरोजगार.
മനുഷ്യപ്പോൾ 20 മില്യൺ കടന്നിരിക്കുന്നു. കോക്രോച്ചുകളുടെ ശക്തി എങ്ങനെ ഓരോ ദിവസവും ഏറുകയാണ്. മാത്രമല്ല ഇന്ന് കുറെ കൂടി ഗൗരവമുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. നേരത്തെ വളരെ സറ്റേറിക്കലായി അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു ക്യാമ്പയിൻ തന്നെ ഓൺലൈനിൽ അവർ തുടങ്ങി വെച്ചിരിക്കുന്നു. എന്താ തോന്നുന്നു? അല്ല, ഇതിപ്പോൾ വർഷം പറഞ്ഞതുപോലെ ഗൗരവതരമായിട്ടുള്ള മറ്റൊരു ഘട്ടത്തിലേക്ക് ഇത് കടന്നു. ഗൗരവതരം എന്നതിനപ്പുറം അപകടകരമായ തലത്തിലേക്ക്, മീൻസ് അവരെ സംബന്ധിച്ച് അപകടകരമായ തലത്തിലേക്ക് കൂടെ ഇവർ കടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വന്നപ്പോൾ തന്നെ ഇവരുടെ എക്സ് അക്കൗണ്ട് പൂട്ടിച്ചിട്ട് എന്താണ് ഞങ്ങൾക്കിതിനോടുള്ള നിലപാട് എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള സ്വന്തം സർക്കാരിനെ വിമർശിക്കുന്ന ഈ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടക്കട്ടെ. അവർ പരിഹസിക്കുകയാണല്ലോ, തമാശ പറയുകയാണല്ലോ എന്ന് കണ്ട് ഒരു, അതായത് അതിനകത്ത് ഈ മനുഷ്യരുടെ സമ്മർദ്ദം അങ്ങ് അതുവഴി അങ്ങ് പോകട്ടെ എന്ന് കണക്കാക്കുകയാണ് സാധാരണഗതിയിൽ സർക്കാരുകൾ ചെയ്യുക. അതായത് അതുകൊണ്ട് ആ ഫ്രസ്ട്രേഷനും രോഷവും യുവാക്കൾക്കുള്ളത് കുറേയൊക്കെ ഇതുവഴി അങ്ങ് പ്രകടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് തെരുവിലേക്ക് ഇറങ്ങാതിരിക്കുകയും അതുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം വരുമെന്ന് കരുതിയിട്ട് അങ്ങ് ഒഴിവാക്കി പോവുകയാണ് സാധാരണഗതിയിൽ ഇത്തരം സർക്കാരുകൾ ചെയ്യാറുള്ളതെങ്കിൽ വന്നിട്ട് മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ ഈ പറയുന്ന അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അതിപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ ചെയ്തതാണ് എന്ന വാർത്തയും പുറത്തു വരുന്നു. സ്ഥിരീകരണമൊന്നുമില്ല, പക്ഷേ അങ്ങനെ വാർത്ത വരുന്നു. അപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്താ ഇവർ ചെയ്തിരിക്കുന്നത്? നമ്മൾ നോക്കിയാൽ ഒന്നും കാണില്ല. രാജ്യസുരക്ഷ എന്ന് പറയുന്നത് രാജ്യത്ത് ഭരിക്കുന്ന BJPക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ BJPക്ക് സുരക്ഷ എന്ന മട്ടിലാണ് ആ ഭാഗം കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതായത് CJP ഈ കോക്രോച്ച് ജനതാ പാർട്ടി BJPക്കെതിരാണ്, ഭരിക്കുന്ന പാർട്ടിക്കെതിരാണ് എന്നതുകൊണ്ട് തങ്ങൾക്കെതിരായത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന ഒരു വാദം ഉണ്ടാക്കിയിട്ടാണ് ഈ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അപകടകരമായ തലം എന്താണെന്ന് വെച്ചാൽ രാജ്യസുരക്ഷയ്ക്കെതിരാണ് എന്ന് പറഞ്ഞിട്ടുള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞാണ് 49% ഫോളോവേഴ്സും പാകിസ്ഥാനിൽ നിന്നാണ് എന്നാണ് ആദ്യ ദിവസം തന്നെ ഇവർ പ്രചരിപ്പിച്ചത്. അത് വല്ലാത്ത തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അപകടകരമായ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായതാണ് എന്ന് പറഞ്ഞ് ദേശീയതാവാദം അങ്ങോട്ട് മുന്നോട്ട് വെച്ചാൽ ഇത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞാൽ കുറേ പിന്തുണക്കുന്ന ആളുകൾ പേടിച്ചും അവർക്കുള്ളിലിത് ഭരണകൂടം ചുമ്മാ പറയുന്നതെന്ന് അറിയാമെങ്കിലും പേടിച്ച് പിൻവാങ്ങും. അപ്പോൾ അങ്ങനെ ഭയപ്പെടുത്താനും കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടും ഞങ്ങളിതിനെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ എന്ന സൂചനകൾ നൽകിയിട്ടും സർക്കാരും BJPയുടെ സൈബർ വിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിന്നിട്ടും പക്ഷേ ഇവർ മുന്നോട്ട് പോവുകയാണെന്ന് മാത്രമല്ല ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ട് ക്യാമ്പയിൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് പിന്നോട്ട് പോകുകയല്ല. അപ്പം ഈ നമ്മളിപ്പോൾ ഒരു 10-20 വർഷമായിട്ട് അല്ലെങ്കിൽ 10 വർഷങ്ങളായിട്ട് 2014 തൊട്ട് ഇങ്ങോട്ട് JNUവിലൊക്കെ ഉണ്ടായ സമരങ്ങളെയൊക്കെ ഈ സർക്കാർ നേരിട്ട രീതികളൊക്കെ നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ അപകടകരവും അല്ലെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന ഒരു പേടിയോടെ അല്ലാതെ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് ഇതിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരാണ്, അവരുടെ കരുത്ത് ആ നിലക്ക് കാണും. സർക്കാരെ ഇവരോട് റഫായിട്ട് പെരുമാറാതിരിക്കണം എന്ന് ഒരു പൗരൻ എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് ഹർഷ, അതായത് ബാക്കി വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. മറ്റൊരു കാര്യമുള്ളത് ഇതിപ്പോൾ പിന്നെ മനീഷ് സിസോഡിയ വന്നു, CPM MA ബേബിയും ജോൺ ബ്രിട്ടാസും അടക്കമുള്ള ആളുകൾ വന്നിട്ട്, MA ബേബി അവരുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം തന്നെയും വന്നിട്ട് വളരെ കൃത്യമായിട്ട് ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. CPM അങ്ങനെ ഒരു പിന്തുണ കൊടുത്തു. അഖിലേഷ് യാദവ് പ്രധാനപ്പെട്ട നേതാവാണ് പറഞ്ഞു, മനീഷ് സിസോഡിയ പ്രധാനപ്പെട്ട നേതാവാണ് പറഞ്ഞു, മഹുവ മൊയ്ത്ര അതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളിലെ കുറേയേറെ നേതാക്കൾ പിന്തുണച്ചു എന്നല്ലാതെ കോൺഗ്രസിൻ്റെ ഒരു മൗനം വിസിബിളാണ് എന്നെനിക്ക് തോന്നുന്നു. അതായത് ഇദ്ദേഹം ശശി തരൂർ പോസിറ്റീവായിട്ടുള്ള വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ 1.5 മില്യൺ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇവരുടെ ഈ ആന്തം ഉണ്ടല്ലോ, അതായത് ഈ കോക്രോച്ച് ആന്തം എന്ന് പറയുന്നത് അത് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായിട്ട് അതിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഇതിന് പിന്തുണയൊന്നും കൊടുത്ത് വന്നിട്ടില്ല, ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടെന്നാൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ പോയാൽ അവർ BJPയെയും ഈ സർക്കാരിനെയുമാണ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നതെങ്കിലും അവരെ മാത്രമല്ല, അവർ കൺവെൻഷനായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളോട് എതിർപ്പുള്ള ആളുകൾ കൂടെയാണ്. ഏതാണ് നിങ്ങളുടെ പാർട്ടി? അപ്പോൾ BJP എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുക, കോൺഗ്രസ് എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുക, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ ചിരിക്കുക. അപ്പോൾ BJPയോടും കോൺഗ്രസിനോടും ഒരു പരിധിവരെ അവർക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട്. ഇവരെല്ലാവരും വിശാലമായിട്ട് പിന്നെ BJP ഇതര രാഷ്ട്രീയ കക്ഷികളെല്ലാം പിന്തുണക്കുന്ന ആളുകളല്ല. അവർ പ്രത്യേക പുതിയതായിട്ടുള്ളൊരു രാഷ്ട്രീയം, ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഗുണമില്ല എന്ന തോന്നലുകൂടെയുള്ള ആളുകളാണ് വരുന്നത്. കുറേയേറെ നമ്മളെ രാഷ്ട്രീയക്കാരെന്ന് വിളിക്കുന്ന ചെറുപ്പക്കാരടക്കമുള്ള ആളുകളായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കൂടി എന്താണ് കലങ്ങി മറിഞ്ഞാവുക എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബാംഗ്ലൂർ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആളുകളാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരം സംഗതികൾ ഉയർന്നു വരുമ്പോൾ ഉണ്ടാകാവുന്ന സാധാരണഗതിയിൽ ഇപ്പോൾ ഡിജിറ്റൽ കാലം ഉണ്ടായപ്പോൾ എന്താ സംഭവം? ഇപ്പോൾ
പിന്നെ സനീഷ് എന്നൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് സനീഷ് ഒരു പ്രത്യേക പാർട്ടിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സനീഷ് എന്ന് പറഞ്ഞിട്ട് തന്നെ മറ്റൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രചരിപ്പിച്ചിട്ട് ആ കൺഫ്യൂഷൻ ആക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടതാണല്ലോ. അതെല്ലാ പാർട്ടികൾക്കെതിരായിട്ട് തന്ത്രപൂർവ്വം ആളുകൾ പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് കേട്ടോ എന്ന് പറയുന്ന ഈ വാദം സ്ഥാപിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് സുഘടിതമായിട്ടുള്ളൊരു സംവിധാനമോ ഒരു നേതാവിലേറെ കൂടുതൽ ആളുകൾ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ഭരണഘടനയോ അല്ലെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായ രീതികളിൽ ഭരണഘടനാ രീതികളോടൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളൊന്നോ ഇല്ലാത്ത ഒരു മൂവ്മെൻറ്റാണ്, ഒരു പുതിയ മൂവ്മെൻറ്റാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ ഇതൊന്നും കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവരെ അപകടത്തിൽപ്പെടുത്താൻ ഈ പലതരത്തിലുള്ള കളികളും നടക്കുമല്ലോ. ഇവരുടെ പേരിൽ ഇങ്ങനെ വ്യാജമായ അക്കൗണ്ടുകളും വ്യാജമായ പ്രസ്താവനകളും വ്യാജമായ ഹർത്താലുകളും, ഇത് വ്യാജമാണോ എന്ന് എനിക്കറിയില്ല, വ്യാജമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടൊന്നും ചാടിച്ചിട്ട് ഇതാ കണ്ടില്ലേ ഇവർ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും പിടിച്ച് തിഹാർ ജയിൽ, ദീപ് കെ പറഞ്ഞതുപോലെ തിഹാർ ജയിലിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ എല്ലാം ഭാവി. ഒരു തവണ ജയിലിലായ ഉമർ ഖാലിദിൻ്റെയൊക്കെ കാര്യം നമ്മൾ കണ്ടു. അതായത് ഇപ്പോൾ ഏതെങ്കിലും മഹാകൊലപാതകമോ ഒന്നും നടത്തിയിട്ടല്ലോ പോയി ജയിലിൽ കിടക്കുന്നത്. നല്ല യൗവനത്തിൻ്റെ വർഷങ്ങൾ ജയിലിൽ ഹോമിക്കേണ്ടി വരിക എന്ന സംഗതികൾ കൂടെ ഈ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ എതിർക്കുന്ന ഡിസെൻറ്റ് പറയുന്ന ചെറുപ്പക്കാർ നേരിടുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിനകത്ത് അപകടകരമായത് എന്ന് കാണുന്ന ഒരു ഭയപ്പാട് ഇതിനകത്ത് എനിക്ക് ഈ കുട്ടികളോട്, ഈ ചെറുപ്പക്കാരോടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാരിനോട് നമ്മൾക്കിപ്പോൾ സർക്കാരിനോട്, രാജ്യത്തെ ദേശീയ സർക്കാരിനോട് മല്ലുപിടിക്കാനൊന്നും ഈ ഘട്ടത്തിൽ അവരെന്താ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആ നിലക്കല്ലേ കാണാൻ പറ്റൂ. പക്ഷേ അവരുടെ രാഷ്ട്രീയം ഒക്കെ നമുക്കറിയാമെങ്കിലും ഈ കുട്ടികളെ ഉപദ്രവിക്കരുത് എന്ന് കേന്ദ്ര സർക്കാരിനോട് എല്ലാ പൗരന്മാരും എഴുന്നേറ്റ് നിന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടതാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനം എന്നത് സർക്കാരുകൾ കേൾക്കേണ്ടതാണ്. ഇപ്പം നീറ്റ് പരീക്ഷ, അതിനകത്തൊക്കെ നടക്കുന്ന അബദ്ധങ്ങൾ എന്താണ്? ഇന്നലെ NTA വന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഓരോ തവണ ഇത് ആവർത്തിക്കുകയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റി. 22 ലക്ഷം ആളുകൾ എഴുതുന്ന പരീക്ഷ, കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള നിർണായകമായ പരീക്ഷ, അതിങ്ങനെ കുളമാക്കിയിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇത് പരിഹരിക്കാനുള്ളൊരു നടപടിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സർക്കാരിനെതിരെ ചെറുപ്പക്കാർക്ക് രോഷം വരുന്നത് സ്വാഭാവികമാണെന്ന് കണ്ടിട്ട് ആ രോഷം നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രകടിപ്പിച്ചോളൂ. കോക്രോച്ച് ജനതാ പാർട്ടിയോ മറ്റെന്തെങ്കിലും ജനതാ പാർട്ടിയോ എന്ന് പറഞ്ഞ് പരിഹസിച്ചോളൂ. അവരാരും തല്ലാനും പിടിക്കാനൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ പരിഹസിച്ചോളൂ എന്ന് പറഞ്ഞ് വിനയത്തോടെ നിൽക്കേണ്ടതിന് പകരം മസിൽ പിടിച്ചിട്ട് ഇവരെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ കാര്യത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് നമ്മൾ വിനയത്തിൻ്റെ ഭാഷയിൽ ഇന്ത്യയിലെ പൗരന്മാരെല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് പ്ലീസ് എന്ന് പറഞ്ഞ് അവരോട് ആവശ്യപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇതിനകത്ത് സെക്ഷൻ 69A പ്രകാരം അത് ഉദ്ധരിച്ച് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് എക്സ് അക്കൗണ്ട് ഇവിടെ പൂട്ടിയത് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ നേരെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നം എന്ന മട്ടിലാണ് അതിനെ, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്ന മട്ടിലാണ് ഭരണകൂടം അതിനെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനിത് വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നമ്മളുടെ ഈ എന്താണ് മറ്റേ AI ടൂളുകളോടൊക്കെ ചോദിച്ചു എങ്ങനെയെങ്കിലും ഇത്തരം ജനാധിപത്യ സംവിധാനങ്ങളിൽ അത്തരം രാജ്യത്ത് എവിടെയെങ്കിലും ഇത്തരത്തിൽ സറ്റയറിനെ ജനാധിപത്യത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഭീഷണിയാണ്, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് കണക്കാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗ്രോക്ക് പറഞ്ഞതുണ്ട്. അപ്പോൾ എവിടെയാണ്? അത് തുർക്കിയിലാണ്. അതായത് തുർക്കിയിൽ ഇത് ഇത്തരം സറ്റയറൊക്കെ, അതൊരു ജനാധിപത്യ രാജ്യം തന്നെയാണല്ലോ. തുർക്കിയിൽ ഇത്തരം സറ്റയർ ഭരണകൂടത്തിന് അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക്, ഭരണകൂടത്തിനല്ല രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണത്ര. അപ്പോൾ അതിന് സമാനമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളത് ശരിയല്ല. കാരണം ഒരു കേന്ദ്രീകൃതമായ അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരിടത്താണ് ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ സറ്റയറിനെതിരെ വരിക. പക്ഷേ എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? സറ്റയറിനെതിരെ ഒരു പ്രതിരോധമോ അതിനെതിരെ ഒരു നിരോധനമോ ഒക്കെ ഉണ്ടായാൽ സ്വാഭാവികമായി അത് കൂടുതൽ ജനപ്രിയമാകും. പക്ഷെ ജനപ്രിയമാകുന്ന സറ്റയറിനെ ഇത്തരം എന്താണ് ഒരു സമഗ്രാധിപത്യ സ്വഭാവമുള്ള സർക്കാരുകൾക്ക് സഹിക്കാൻ പറ്റുന്നതുമല്ല എന്നുള്ളതാണ് സത്യം. അതിപ്പോൾ ജനാധിപത്യമല്ലാത്ത പല രാജ്യങ്ങളുടെയും മാതൃക നമുക്ക് കൂടുതലെടുത്ത് കാണിക്കാൻ കാണും. നമ്മളിപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. മറ്റൊരു ജനാധിപത്യ രാജ്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്താൽ ഇത് അത്ര ജനാധിപത്യപരമല്ല ഇപ്പം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അവർ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് 22-23 ലക്ഷം പേരുടെ പരീക്ഷ എഴുതിയിട്ട് അതിൻ്റെ ചോദ്യപേപ്പർ ചോർന്നിട്ട് ഒരു ഗൗരവമില്ലാതെ ആ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ വരികയും അതിന്മേൽ ഒരു നടപടിയും, അതായത് രാഷ്ട്രീയ നേതൃത്വത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോവുകയോ ചെയ്യാതെ ഇവരൊക്കെ ഇനിയും പരീക്ഷ എഴുതേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. എത്ര ആത്മഹത്യകളാണ് സാധാരണ ഈ നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെ ഉത്തരവാദിത്വരഹിതമായി കാണുമ്പോൾ അതിനെതിരെ
പിള്ളേർ പ്രതികരിക്കുന്നു എന്ന മട്ടിൽ വേണം സർക്കാർ അതിനെ കാണാൻ. അതിനെ ആ നിലയ്ക്ക് ഉദാരതയോടെ തന്നെ വേണം, തുറന്ന മനസ്സോടെ തന്നെ വേണം കാണാൻ. പക്ഷേ അങ്ങനെയല്ല കാണുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണ്. പിന്നെ ഇതിൽ ആദ്യം നേരത്തെ സനീഷ് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇന്നലെ ആദ്യം വളരെ ആവേശത്തോടെയാണ് നമ്മളും ഈ സറ്റയറിനെ സ്വാഗതം ചെയ്തത്, ഈ മൂവ്മെൻറ്റിനെ സ്വാഗതം ചെയ്തതെങ്കിൽ അതിനുശേഷം ഞാൻ പോയി ചില ചർച്ചകളൊക്കെ കണ്ടു. വൈകിട്ടത്തെ ഞാൻ അന്നേരം വിചാരിച്ചത് ഈ വൈകിട്ടത്തെ ടെലിവിഷൻ ചർച്ചകൾ ഈ മൂവ്മെൻറ്റിനെ തന്നെ കുഴപ്പത്തിലാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന് പ്രത്യേകിച്ചൊരു പ്രതിനിധിയെ കൊണ്ടുവന്ന് ചർച്ചയ്ക്ക് ഇരുത്താനില്ല. അപ്പോൾ ജെൻസി എന്ന മട്ടിൽ കണ്ടെത്തുന്ന ആരെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാ ഒരു കോക്രോച്ച് പാർട്ടിയുടെ പ്രതിനിധി എന്ന മട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. അങ്ങനെ പോയി ചിലർ ഇരുന്ന് കൊടുക്കുന്നുമുണ്ട്. ഇരുന്നിട്ട് എന്താണ് അവരുടെ യുക്തിക്ക് തോന്നുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. യഥാർത്ഥത്തിൽ ആ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ അതേ മട്ടിൽ പറയാൻ പറ്റുന്ന ഒരു സംവിധാനം, ഇതിനൊരു കേന്ദ്രീകൃത സംവിധാനമില്ല, അതിനൊരു ഘടനയില്ല, സംഘടനയില്ല. അതൊക്കെ കൊണ്ട് സ്വാഭാവികമായും എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല എല്ലാ മുന്നേറ്റങ്ങളും അങ്ങനെ ഒരു സുഘടിതമായ ഒരു സംഘടനാ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്നൊന്നും നമുക്ക് നിർബന്ധിച്ചും കൂടാ. പക്ഷേ ഞാൻ ആ ചർച്ചകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതുമായിട്ട് യഥാർത്ഥത്തിൽ അഭിജിത്ത് ദീപ്കെ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്കല്ല പലരുടെയും ചർച്ചകൾ പോകുന്നത് എന്നുള്ള തോന്നൽ എനിക്കുണ്ടായി. അതൊരു കുഴപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ബാംഗ്ലൂരിൽ ഹർത്താൽ പ്രഖ്യാപനമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇനി എന്ത് തരത്തിൽ വേണമെങ്കിലും, ഇപ്പോൾ കോക്രോച്ച് ആണെന്ന് പറഞ്ഞ് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും വരാം. അത് ഒരുപക്ഷെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഇതോടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന, ആ മൂവ്മെൻറ്റിനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഏതെങ്കിലും ശക്തികളാകാം ഇതൊക്കെ ആഹ്വാനം ചെയ്യുക. അതിനെ കണ്ടെത്താനോ അതിനെ പ്രതിരോധിക്കാനോ പറ്റുന്ന ഒരു സംഘടനാ രൂപം ഇതിനോട്ടില്ലാതാനും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇത് പ്രധാനമായും അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ ആ സറ്റയർ സ്വഭാവത്തിൽ തന്നെ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും പൂർണ്ണാർത്ഥത്തിൽ തൽക്കാലം അതിന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ വളരെ ഗൗരവത്തോടെ കാണുന്നു. ഇപ്പം ഇദ്ദേഹം മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ ഒരു വളണ്ടിയർ ആയിരുന്നു. 2022-2023 കാലത്താണ് അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ വളണ്ടിയർ ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ വിഷയത്തോട് ആം ആദ്മി പാർട്ടി ഏതാണ്ട് വളരെ പോസിറ്റീവായി തന്നെ ഈ മൂവ്മെൻറ്റിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. എന്ന് വെച്ച് ഇത് ആം ആദ്മി പാർട്ടിയുടെ മാത്രം ഒരു മൂവ്മെൻറ്റായി തൽക്കാലം നമുക്ക് ഒരു തരത്തിലും കാണാൻ കഴിയില്ല. കാരണം ആ നിലയ്ക്കുള്ള ആവശ്യങ്ങളും അല്ല അവരുന്നയിക്കുന്നത്. അവർ എതിർക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെല്ലാമാണ്. അതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ, പക്ഷേ ഏകപക്ഷീയമായി ഇവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കളയാമെന്നുള്ള ഒരാലോചന ആണ് ഇവരെ എതിർക്കുന്നവർക്ക് മുന്നിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സനീഷ്, ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അത് ഈ അഭിജിത്ത് ദീപ്കയോട് ദളിത് വിഷയങ്ങളിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ, സംവരണ വിഷയത്തിൽ ദളിത് വിഷയത്തിലൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ, എന്താണ് നിങ്ങളുടെ അതിലെ നിലപാട് എന്ന് ചോദിച്ചു. അപ്പോൾ അഭിജിത്ത് ദീപ്കെ പറഞ്ഞു, ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ദളിതനാണ്, അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവുണ്ട്. അങ്ങനെയാണത് പറഞ്ഞത്. അതോടെ ഇതിൻ്റെ രൂപം മാറി. ഈ ആക്രമണത്തിൻ്റെ തീവ്രത ഇരട്ടിയായി. അങ്ങേറ്റം കാസ്റ്റിസ്റ്റായിട്ടുള്ള കമൻറ്റുകളും ആ രീതിയിലുള്ള ആക്രമണവുമാണ് നിലവിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ആ സ്വഭാവത്തിലേക്ക് ഇത് മാറി എന്നുള്ളത്. അപ്പോൾ ഇത് എത്രയാണ് ഇതിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ വളരെ ജെന്യുവനായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നത് ഈ ജെൻസിക്ക് മനസ്സിലുണ്ട്. പിന്നെ ജെൻസി ഈ ജാതിയിൽ കുടുങ്ങുന്നവരല്ല ജെൻസി എന്നുള്ളത് കൊണ്ട് ആ മുന്നേറ്റം അങ്ങനെ തന്നെ തുടരുക. ഇന്ന് ഞാൻ 1-2 മറാത്ത പ്രസിദ്ധീകരണങ്ങളിലും അവരുടെ ചാനലുകളിലും ഒക്കെ പോയി ഞാനിത് എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളാണല്ലോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പ്രാദേശികമായ ലോക്കൽ മാധ്യമങ്ങളുടെ നിലപാടെന്താണെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കി. അപ്പോൾ അവിടെ ഈ അഭിജിത്ത് ദീപ്കയുടെ അച്ഛനുണ്ട്, ഭഗവാൻ ദീപ്കെ, അദ്ദേഹത്തിൻ്റെ അമ്മ, ഇവരോട് എല്ലാവരോടും ചില ചാനലുകൾ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടൊക്കെയുണ്ട്. അവർ ഭയങ്കര അങ്കലാപ്പിലാണ്, ആകെ ഭയന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് അഭിജിത്തിൻ്റെ അമ്മ. പഠിക്കാൻ പോയിട്ട് വല്ലതും പഠിച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. രാഷ്ട്രീയം ഉപേക്ഷിക്കണം, രാഷ്ട്രീയം പറയരുത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ മാധ്യമങ്ങളുടെ ചോദ്യമോ അവർ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ കൂടുതൽ ഞെട്ടിയത്. അവരിതിനെ പ്രധാനമായും അവതരിപ്പിക്കുന്നത് എന്താണ്, അറസ്റ്റ്, നിയമ നടപടി, ഇതൊക്കെയാണ് അവരുടെ അവരുടെ ചോദ്യങ്ങൾ തന്നെ അതിൽ മാത്രമാണ്. അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അവരുടെ ചോദ്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് പൊതുവേ മാധ്യമങ്ങളും ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ
ഇത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ, പ്രത്യേകിച്ച് ഈ അഭിജിത്ത് ദീപ്കെ എത്തിപ്പെട്ടേക്കുമോ എന്നുള്ള ആശങ്ക തീർച്ചയായും എനിക്കുണ്ട്. പക്ഷേ ചില രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ ആം ആദ്മി പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി, CPIM ഒക്കെ ഗൗരവത്തോടെ അനുഭാവപൂർവ്വം ഇവരെ കാണുന്നത് കൊണ്ട് ആ നിലയ്ക്കുള്ളൊരു അനുകൂല നിലപാടെടുക്കുന്ന കുറേ പേര് കൂടി രംഗത്തുണ്ടാവും എന്ന് നമുക്ക് കരുതാം. പരിഹാസ രൂപേണ തുടങ്ങിയ മൂവ്മെൻ്റ് ആണെങ്കിലും കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് രാജ്യത്തെ ചൂടുള്ള ഒരു പൊളിറ്റിക്കൽ കണ്ടന്റാണ്. കേവലം 5 ദിവസം കൊണ്ട് ഇത്രയും വലിയ ജനപിന്തുണ സോഷ്യൽ മീഡിയയിൽ നേടാനായത് അവരുയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളുടെ കൂടി പിൻബലം കൊണ്ടാണ്. അത്രയേറെ അസ്വസ്ഥരായ ഒരു ജനവിഭാഗം ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് ഈ ജെൻസി മൂവ്മെൻറ്റ് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിക്കഴിഞ്ഞു. പ്രതിപക്ഷമായി സംസാരിക്കുന്നു എന്നതുകൊണ്ടാണ് മിന്നൽ വേഗത്തിൽ മുന്നോട്ട് കുതിക്കുന്ന കോക്രോച്ചിനെ ഏത് വിധേനയും പിടിച്ചുകെട്ടാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. എത്ര വെട്ടിമാറ്റിയാലും വീണ്ടും വീണ്ടും തഴച്ചു വളരുന്ന കാട്ടുചെമ്പരത്തി പോലെ നമ്മുടെ രാജ്യത്ത് പടർന്നു കഴിഞ്ഞു കോക്രോച്ച് ജനതാ പാർട്ടി. CJP എന്നത് വെറുമൊരു ഇൻ്റർനെറ്റ് പ്രതിഭാസമല്ലെന്നും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന യുവാക്കളുടെ ജനരോഷമാണെന്നും നമ്മുടെ ഭരണകൂടങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിയും നിരാശയും പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമമായി ഇതിനോടകം CJP മാറിയിട്ടുണ്ട്. ഒരുപക്ഷേ ജസ്റ്റിസ് സൂര്യകാന്ത് തൊടുത്തുവിട്ട തമാശയ്ക്ക് ഇത്രയധികം വില കൊടുക്കേണ്ടി വരുമെന്ന് കേന്ദ്ര സർക്കാർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിയതുകൊണ്ടൊരു സൈബർ ആക്രമണവും വധഭീഷണിയും മുഴക്കിയതുകൊണ്ടോ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്.